കെ.സി. വേണുഗോപാലിനെയും മറികടന്ന മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോഴും വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത് വൻ വെല്ലുവിളികളാണ്. പ്രതിപക്ഷത്തേക്കാൾ വി.ഡി. ഭയക്കേണ്ടി വരുന്നത് കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും തന്നെയാകും. ഇതിനൊപ്പം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾക്കനുസരിച്ച് ഭരണം നടത്തേണ്ടതും വി.ഡിക്ക് തലവേദനയാണ്. മുസ്ലിം ലീഗിനെയും ഒപ്പം ചേർത്ത് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചപ്പോൾ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ഏറെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അമ്പെ പരാജയപ്പെടുത്തി ഇടതുമുന്നണി തുടർഭരണം നേടിയ കാലം. പരാജയത്തിൻ്റെ പടുകുഴിയിലും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നു. എന്നാൽ അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മുകളിൽ കേന്ദ്ര നേതൃത്വത്തിലെ സ്വാധീനം നന്നായി ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ ഇതിന് തടയിട്ടു. കൃത്യമായി പറഞ്ഞാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് കെ.സി. നടത്തിയത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായാൽ പിന്നീട് ഭരണം കിട്ടിയാലും മുഖ്യമന്ത്രി സ്ഥാനം ചെന്നിത്തല കൊണ്ടുപോകുമെന്ന് അന്നേ കണക്കുകൂട്ടിയ കെ.സി. അങ്ങനെയാണ് വി.ഡി. സതീശനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ആർക്കും വഴങ്ങാത്ത വി.ഡി. സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടോളുമെന്ന് കെ.സി. കരുതി. വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയ കെ.സി. KPCC പ്രസിഡന്റായി കെ. സുധാകരനെ കൊണ്ടുവന്നതും ഒരു അടി ലക്ഷ്യമിട്ട് തന്നെയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. വൈകാതെ കെ. സുധാകരൻ തെറിച്ചു. പിന്നീടിങ്ങോട്ടും കെ.സി. നടത്തിയ നീക്കങ്ങളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ വിജയിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ ആളുകളെ സ്ഥാനാർത്ഥികളായി പരമാവധി കുത്തിനിറച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കോടികൾ വാരിയൊഴുക്കി. പിണറായി വിജയൻ സർക്കാരിനോടുള്ള കടുത്ത ജനരോക്ഷവും BJPയുടെ ശക്തമായ പോരാട്ടവും കൂടിയായതോടെ എല്ലാം ഉറച്ചെന്ന് കരുതിയ കെ.സിക്ക് പക്ഷേ പിഴച്ചു. കെ.സിയുടെ ഈ കളി മുൻകൂട്ടി കണ്ട വി.ഡി. സതീശൻ ലീഗിനെ ഒപ്പം കൂട്ടി. മതഭീകരവാദത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി തികഞ്ഞ മതേതരവാദികളാണെന്ന് ആവർത്തിച്ച് പ്രസംഗിച്ച് നടന്ന വി.ഡി. സതീശന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ സതീശൻ പിന്മാറിയില്ല. ഈ പ്രീണനം ഒടുവിൽ സതീശന് ഗുണകരമായി. കെ.സി. വേണുഗോപാൽ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടും വി.ഡി. എന്ന പേരിലേക്ക് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വം എത്തിയത് ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ടുതന്നെയാണ്. സതീശൻ്റെ ഈ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് കെ.സിക്ക് പിഴച്ചത്. പക്ഷേ തോറ്റു പിന്മാറാൻ തയ്യാറല്ലെന്ന് കെ.സിയും RCയും വ്യക്തമാക്കുമ്പോൾ മുന്നോട്ടുപോക്ക് കടുത്ത പ്രതിസന്ധിയാകും. മാത്രമല്ല, തിരിച്ചറിഞ്ഞിട്ടും അധികാരം മാത്രം ലക്ഷ്യമിട്ട് സ്വന്തം ചുമലിലേറ്റിയ രണ്ട് വേതാളങ്ങളും തിരിഞ്ഞുകടിക്കുന്ന കാലവും വിദൂരമല്ല. പക്ഷേ അതിൻ്റെ അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ കെ.സിയെ പോലും വെട്ടിനിരത്തി ലീഗ് അപ്രമാദിത്യം നേടുമ്പോൾ കേരളത്തിൻ്റെ ഭരണം ആര് നിയന്ത്രിക്കുമെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.